कुंज राधा माधव कुंज बिहारी जय राधा माधव जय कुंज बिहारी जय राधा माधव जय कुंज बिहारी जय गोपी जन वल्लभा जय गिरिधरधारी जय गिरिधरधारी जय गोपी जन वल्लभा जय गिरिधरधारी जय गिरिधरधारी പാൻസാഗറിന്റെ ക്ലാസ് ആണ്. जयो भज जय यशोधनंदना जयो भज जय यमुनतिरवनचारि जय कुंज बिहारी जयो यमुनतिरवनचारि जय कुंज बिहारी जयो यमुनतिरवनचारि जय कुंज बिहारी जयो यमुनतिरवनचारि जय कुंज बिहारी जय यमुनतिरवनचारि जय कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय राधा माधव राम जय जगन्नाथ जय जगन्नाथ बलदेवा जय सुभद्रा जय जय प्रभुपा जय जय प्रभुपा जय जय गुरुदेव महाविष्णु गोस्वामी गुरुदेव। जय श्री श्री राधा नीलमाधव की, श्रील प्रभुपाद की, श्रील गुरुदेव की, दाय गौर हरि। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते
वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये. Before reciting the Srimad Bhagavatam, which is the very means of conquest, one should offer respectful obeisances unto the personality of Godhead Narayana, unto Naranarayana Rishi, the supermost human being, unto Mother Saraswati, the goddess of learning, and unto Srila Vyasadeva, the author. Nashtaprayeshu abhadreshu nityam bhagavata sevaya bhagavati uttama sloke bhaktir bhavati naishtiki. By regular attendance in classes on the Bhagavatam and by rendering of service to the pure devotee, all that is troublesome to the heart is almost loving service unto the personality of Godhead, who is praised with transcendental songs, is established as an Mukam karoti vachalam pangum langayade girim yatpatamham vande Sri Guru Dinatarinam Sri Chaitanyamishwaram Paramananda Madhavam. Om Ajnana Timrandasya Jnananjana Shalakaya Chakshur Unmilitam Yena Tasmai Sri Gurave Namaha. Vancha Kalpatarubhyasya Kripa Sindhubhya Evacha Patitanam Pavanebhyo Vaishnavebhyo Namo Namaha. Jai Sri Krishna Chaitanya Prabhu Nityananda Sri Advaita Gadadhara Sri Vasadi Gaura Bhakta Vrinda. Hare Krishna 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 Hare 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 Rama 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 Hare Hare. Namo Vishnu Padaya Krishna Krishna Sri Bhagavata Samhita Se Prachar. Hare Krishna Prabhu and Mataji's audible ano? Yes, Prabhu. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും നല്ലൊരു ഭാഗവതം ഡേ, നല്ലൊരു ദിവസം ഭഗവാന്റെ കൃപയാൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഇന്ന് ഗുരുവിന്റെയും കൃഷ്ണന്റെയും കൃപയാൽ ശ്രീമദ് ഭാഗവതം ഫസ്റ്റ് കാൻഡോ ഫസ്റ്റ് ചാപ്റ്റർ ശ്ലോകം നമ്പർ 9, 1:9 ശ്ലോകം. തത്ര തത്രാജ്ഞസായുഷ്മൻ ഭവധായദ്വിനിശ്ചിതം പുംസാം ഏകാന്തദഃ ശ്രേയസ് താനഃ ശംസിതുമർഹസി. തത്ര തത്രാജ്ഞസായുഷ്മൻ ഭവധായദ്വിനിശ്ചിതം പുംസാം ഏകാന്തദഃ ശ്രേയസ് താനഃ ശംസിതും അർഹസി. തത്ര തത്രാജ്ഞസായുഷ്മാൻ ഭവധായദ്വിനിശ്ചിതം പുംസാം ഏകാന്തദഃ ശ്രേയസ് താനഃ ശംസിതുമർഹസി. തത്ര അതിനെപ്പറ്റി, അതിനെ സംബന്ധിച്ച്, ആഞ്ജസ സരളമായി, ആയുഷ്മാൻ ദീർഘായുസുള്ള, ഭവത സത് ആത്മാവായ അങ്ങ്, യത് എന്തെന്ന്, വിനിശ്ചിതം നിശ്ചയം വരുത്തിയ, പുംസം സാമാന്യ ജനങ്ങൾക്കായി, ഏകാന്തതഃ പൂർണ്ണമായും, ശ്രേയസ് പരമനന്മയ്ക്കായി, തത് അത്, നഹ ഞങ്ങൾക്ക്, ശംസിതു വിശദീകരിക്കുക, അർഹസി അർഹിക്കുന്ന. വിവർത്തനം ഭാവാർത്ഥം എസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ആകയാൽ സാമാന്യ ജനങ്ങളുടെ പരമക്ഷേമത്തിനായി ദീർഘായുസുള്ള അങ്ങ് നിശ്ചയം വരുത്തിയ പൂർണവും പരമവുമായ നന്മ എന്തെന്ന് ദയവായി ഞങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ
സരളമായി വിവരിച്ചു തന്നാലും. ഭാവാർത്ഥം: ആചാര്യനെ ആരാധിക്കണമെന്ന് ഭഗവത്ഗീതയിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. ആചാര്യന്മാരും ഗോസ്വാമിമാരും സാമാന്യ ജനങ്ങളുടെ ക്ഷേമചിന്തയിൽ, വിശേഷിച്ചും ആത്മീയ ക്ഷേമത്തിൽ സദാ മുഴുകിയിരിക്കുന്നു. ആത്മീയ ക്ഷേമം സ്വാഭാവികമായി തന്നെ ഭൗതിക ക്ഷേമത്തിലേക്ക് നയിക്കുന്നു. ആകയാൽ സാമാന്യ ജനങ്ങളുടെ ആത്മീയ ക്ഷേമത്തിനുതകുന്ന മാർഗനിർദ്ദേശങ്ങൾ ആത്മീയ ആചാര്യന്മാർ നൽകുന്നു. കലിയുഗത്തിലെ ജനങ്ങളുടെ കാര്യനിർവാഹക അസാമർത്ഥ്യത്തെ മുൻകൂട്ടി ദർശിച്ച ശ്രേഷ്ഠ ഋഷിമാർ സൂത ഗോസ്വാമിയോട് വെളിപ്പെട്ട അഖില ധർമ്മശാസ്ത്രങ്ങളുടെയും സംക്ഷേപം വിശദമാക്കണമെന്ന് അഭ്യർത്ഥിച്ചു. തന്നിമിത്തം സാമാന്യ ജനങ്ങളുടെ പരമക്ഷേമത്തിനുതകുന്ന നിയാമക നന്മ എന്തെന്ന് മുനിവര്യന്മാർ ആരാഞ്ഞു. കലിയുഗ ജനങ്ങളെ അപരാധികളാക്കുന്ന സംഗതികൾ താഴെ പ്രസ്താവിക്കുന്നവയാണ്. ഓം തത്സത്. ശ്രീല പ്രഭുപാദ് കി. ഹരേ കൃഷ്ണ. ഇന്നത്തെ ശ്ലോകത്തിലെ ഭാവാർത്ഥത്തിലെ കുറച്ച് ഇമ്പോർട്ടൻസ് പോയിന്റ് 1:9 പ്രഭു എടുത്തു. ഇമ്പോർട്ടൻസ് പോയിന്റ് ആണ് ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഫസ്റ്റ് ലൈൻ: ആചാര്യനെ ആരാധിക്കണമെന്ന് ഭഗവത്ഗീതയിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീത 4-ാമത്തെ അധ്യായം 34-ാമത്തെ ശ്ലോകത്തില് തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. ഒരു ആചാര്യനെ സ്വീകരിച്ച് അദ്ദേഹത്തിന് നല്ലൊരു ഇരിപ്പിടം നൽകി അദ്ദേഹത്തിന് സേവ ചെയ്യുന്നതോടൊപ്പം വിനയപൂർവം അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അദ്ദേഹം തത്വദർശനം നല്ല രീതിയിൽ അറിഞ്ഞ ആളായതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നല്ല ഭക്തിയിൽ വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളെല്ലാം നമുക്ക് നൽകാനായിട്ട് അദ്ദേഹത്തിന് കഴിയും. ആത്മീയ ജീവിതത്തിന്റെ പുരോഗതിക്ക് ഗുരു എന്ന് പറയുന്ന ആ ഒരു മീഡിയം, ഗുരു ആവശ്യമാണ്. ഗുരു ഇല്ലാതെ ഒരിക്കലും നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതം ഒരിക്കലും പൂർണ്ണമാകും. നമ്മൾ ചിലപ്പോൾ ഗുരുവില്ലാതെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും, അതൊരു ടൈം വരെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആധ്യാത്മിക ജീവിതം പൂർത്തിയാവുള്ളൂ. ശ്രീമദ് ഭാഗവതം 3:25-8, 3rd canto 25th chapter, ശ്ലോക നമ്പർ 8. തസ്യത്വം തമസോന്തസ്യ ദുഷ്പാരസ്യാദ്യ പാരകം സച്ചക്ഷുർജന്മനാമന്ദേ ലബ്ധ്വം മേത്വത് അനുഗ്രഹാത്. തസ്യത്വം തമസോന്തസ്യ ദുഷ്പാരസ്യാദ്യ പാരകം. അതായത് തമസോന്തസ്യ, നമ്മൾ വി ആർ ത്രോൺ ഇൻ ടു ദ ഡാർക്ക്നെസ് ഓഫ് ദ ഇഗ്നോറൻസ്. നമ്മൾ അജ്ഞാനത്തിന്റെ അന്ധതയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ അതിന് ദുഷ്പാരസ്യാദ്യ പാരകം. പാരകം മീൻസ് ശിഷ്യനെ മറുകരയിൽ എത്തിക്കാൻ കഴിവുള്ള ആൾ, അതാണ് പാരകം. അതായത് 2 ടൈപ്പ് ജ്ഞാനമുണ്ട്. ഒന്ന് ആത്മീയ ജ്ഞാനം, ഒന്ന് ശില്പജ്ഞാനം. ഇതിലേതിലും ഗുരു എന്ന് പറയുന്ന ആള് ആവശ്യമാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സാണ് നമ്മുടെ ഗുരു. നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി വേറെ ഏതെങ്കിലും വിദ്യ, നമ്മൾ സംഗീതം അല്ലെങ്കിൽ ആർട്ട്, അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോബി, നമ്മുടെ ഹോബി അനുസരിച്ച് എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ അവിടെയും കുറെ ടീച്ചേഴ്സ് ഉണ്ടാവും. ആ ടീച്ചേഴ്സ് നമ്മുടെ ഗുരുക്കന്മാരാണ്. പണ്ട് കാലത്ത്, അതായത് ഒരു 30-32 വർഷം മുമ്പൊക്കെ നമ്മളെ പഠിപ്പിച്ച സാറന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമസ്തേ പറയും. നമ്മൾ അവരുടെ കാല് തൊട്ട് വന്ദിക്കാറുണ്ട്. അവർക്ക് സുഖമാണോ എന്ന് അന്വേഷിക്കും. നമ്മളൊരു നല്ലൊരു പൊസിഷനിലാണ് ഇരിക്കുന്നതെന്ന് അറിയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എപ്പോഴാണോ ഗുരുവിന്റെ മുഖത്ത് ഉണ്ടാവുന്നത്, അപ്പോഴും മാത്രമാണ് ശിഷ്യനും ആ ഒരു രീതിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നല്ല രീതിയിൽ അവർക്ക് അവർ പഠിച്ച കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ശില്പജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് ഭൗതികമായിട്ടുള്ളതാണ്. കാരണം നമ്മൾ BSc MSc അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ച്
നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്ത് നമുക്കൊരു ജോലി കിട്ടി. ആദ്യം നിന്ന് കിട്ടുന്ന ശമ്പളം വഴി നമ്മൾ ലൈഫെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ശില്പജ്ഞാനം. എന്നാൽ അത് നമ്മുടെ ബോഡി ഇരിക്കുന്നത് വരെ ഉണ്ടാവുള്ളൂ ആ ജ്ഞാനം. ആ ബോഡി എപ്പോഴാണോ ബോഡിലി ഡെസിഗ്നേഷൻ എപ്പോഴാണോ അവസാനിക്കുന്നത്, ആ പദവി അവസാനിക്കും. നമ്മുടെ ശരീരം നശിക്കുന്നതോടുകൂടി ആ പദവി അവസാനിക്കും. പക്ഷേ നമ്മുടെ ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കാത്തതാണ്. നശിക്കാത്തതെന്ന് പറഞ്ഞാല് വേദാന്തം എന്ന് പറഞ്ഞിട്ടൊരു വേർഡ്, വേദാന്തം. വേദം മീൻസ് ജ്ഞാനം, അറിവ്, നോളേജ്. അന്തം മീൻസ് അവസാന ഘട്ടം ആണ് വേദാന്തം എന്ന വാക്കിന്റെ അർത്ഥം. അതായത് നമ്മുടെ ആധ്യാത്മിക ഗുരു നമ്മൾക്ക് ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത ഇതെല്ലാം നമ്മൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. അതോടൊപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാലുള്ള അവസാന ഘട്ടം എന്താ? ആധ്യാത്മിക ജ്ഞാനം ഒരിക്കലും ശരീരം അവസാനിക്കുന്നതോടുകൂടി നശിക്കുന്നതല്ല. അത് നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ടുള്ളതാണ്. ആത്മഹിതം. അതായത് മഹാരാജ് പറയുന്നു, ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ, നമുക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളാണ് ഗുരു. നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളല്ല ഗുരു. അതായത് ഇപ്പോ ഇത് വന്നിട്ട് കർത്താൽ, ഈ കർത്താൽ ഹരേ കൃഷ്ണ ഇത് കർത്താലാണെന്ന് പറഞ്ഞു തന്നാൽ നമുക്കറിയാമല്ലോ. നമ്മൾ ലോജിക്കലി ചിന്തിക്കുന്ന യെസ് മഹാരാജ് നമുക്കറിയാം എന്ന് പറയും. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം എന്താണ്? അതാണ് ദുഷ്പാരസ്യാദ്യ പാരകം. ശിഷ്യനെ മറുകരയിൽ എത്തിക്കാൻ കഴിവുള്ള ആളാണ്. അതായത് ഈ ഭൗതിക ലോകത്ത് നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് ഗുരു. ഇത് വന്നിട്ട് ദേവഹൂതി അദ്ദേഹത്തിന്റെ ദേവഹൂതിയുടെ പുത്രനായിട്ടുള്ള കപില മഹർഷിയുടെ അടുത്ത് അദ്ദേഹം ദേവഹൂതി മാത പറയുന്നതാണ്, സച്ചക്ഷുർ ജന്മനാമന്തേ. സച്ചക്ഷുർ, അങ്ങനെയുള്ള ഒരു ദിവ്യമായിട്ടുള്ള ഒരു കണ്ണ് എനിക്ക് നിന്നിൽ നിന്നാണ് കിട്ടിയത്. കാരണം സ്പിരിച്വൽ മാസ്റ്റർ ചിലപ്പോൾ ഒന്നുകിൽ അച്ഛനാവാം, അല്ലെങ്കിൽ സ്പിരിച്വൽ മാസ്റ്റർ വന്നിട്ട് വേറെ ഒരാളാണ്. ഇപ്പോ വ്യാസദേവന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ, ശുകദേവ ഗോസ്വാമിയുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശുകദേവ ഗോസ്വാമിയുടെ ഗുരുവും വന്നിട്ട് വ്യാസദേവനാണ്. ശുകദേവ ഗോസ്വാമിയുടെ അച്ഛനും വന്നിട്ട് ആരാണ്? വ്യാസദേവനാണ്. പരാശരമുനി വ്യാസദേവന്റെ അച്ഛനാണ്. വ്യാസദേവന്റെ അച്ഛനുമാണ്, അതോടൊപ്പം ഗുരുവാണ്. പക്ഷെ നമ്മളിൽ ചിലപ്പോൾ നല്ല ഗുരുക്കന്മാരാവാനായിട്ട് ചിലപ്പോൾ നമ്മൾ കഴിയില്ല. ചിലപ്പോൾ നല്ല ഫാദർ ആവാൻ കഴിയും, നല്ല ഗുരു ആവാൻ കഴിയും. ചിലപ്പോൾ നല്ല ഗുരു ആവാൻ കഴിയും, ചിലപ്പോൾ ഫാദർ ആവാൻ കഴിയും. പക്ഷെ രണ്ടും ചിലപ്പോൾ ഒരുമിച്ച് സംഭവിച്ചേക്കും. ചിലപ്പോൾ സച്ചക്ഷുർ ജന്മനാമന്തേ, എനിക്കിപ്പോ ഒരു കണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോ ഭഗവത്ഗീതയില് അർജുനന് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുത്തത്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുത്തത് ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന്റെ വിശ്വരൂപം കാണിച്ചിട്ടാണ്. എങ്ങനെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു? അദ്ദേഹത്തിന് ദിവ്യമായിട്ടുള്ള ഒരു ചക്ഷു, ഈ മാംസ ചക്ഷു മാറ്റിയിട്ട് ദിവ്യമായിട്ടുള്ള ഒരു ചക്ഷു കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുത്തത്. അതായത് നമുക്ക് 3 ടൈപ്പ് കണ്ണുകളുണ്ട്. 3 ടൈപ്പ് കണ്ണുകളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? 3 ടൈപ്പ് കണ്ണുകൾ. ഒന്ന് വന്നിട്ട് മാംസചക്ഷു, ഒന്ന് വന്നിട്ട് ദിവ്യചക്ഷു, ഒന്ന് വന്നിട്ട് പ്രേമചക്ഷു. മാംസചക്ഷു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കണ്ണ്, നമ്മൾ ഈ കണ്ണ് വെച്ചിട്ട് മെറ്റീരിയൽ ഇത് മാത്രമേ, ഭൗതികമായിട്ടുള്ള കാഴ്ചകൾ മാത്രമേ നമ്മൾക്ക് കാണാൻ പറ്റൂ. നല്ലൊരു വൈറ്റ് ബോർഡ് ഇരിക്കുകയാണ്. ആ വൈറ്റ് ബോർഡിൽ ഏതെങ്കിലും ഒരു കോർണറിൽ ചെറിയ ഒരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ടായിരുന്ന നമ്മുടെ ദൃഷ്ടി ആദ്യം എവിടെ പോകും? ആ ബ്ലാക്ക് സ്പോട്ടിൽ പോകും. ആ ബ്ലാക്ക് സ്പോട്ടിൽ പോയതിന് ശേഷം അതിനുശേഷം മാത്രമേ കൂടെയുള്ള വൈറ്റ് കാര്യങ്ങളെല്ലാം കാണുള്ളൂ. എന്നിട്ട് നമ്മൾ ചോദിക്കുകയും ചെയ്യും, ഇത്രയും നല്ലൊരു വൈറ്റ് ബോർഡിൽ ജസ്റ്റ് ഒരു ബ്ലാക്ക് സ്പോട്ട് വന്നിങ്ങനെ, ഇത് ശരിയായ ഇത് ആരോ നല്ല രീതിയിൽ പെയിന്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. 99.999% അതെന്താണ്? വൈറ്റ് ബോർഡ് തന്നെയാണ്. പക്ഷെ അതിലൊരു ചെറിയൊരു ബ്ലാക്ക് സ്പോട്ട് വന്നപ്പോ നമ്മുടെ ദൃഷ്ടി എങ്ങോട്ട് പോയി? ആ ബ്ലാക്ക് സ്പോട്ടിൽ. ഇതാണ് മാംസചക്ഷു. നമ്മൾ കാണുന്നതെല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണൂ. പക്ഷെ നമ്മുടെ ആധ്യാത്മിക ഗുരു നമുക്ക് ഈ വക ജ്ഞാനങ്ങളെല്ലാം, ഈ ഭാഗവതം, ഭഗവത്ഗീത ആകുന്ന ജ്ഞാനങ്ങളെല്ലാം നമ്മൾക്ക് പറഞ്ഞു തന്ന് നമ്മുടെ മാംസചക്ഷുവിനെ മാറ്റി ദിവ്യചക്ഷുവാക്കി മാറ്റി.
അതായത് ശാസ്ത്രത്തില് ബ്രഹ്മസംഹിതയില് ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. ബ്രഹ്മദേവൻ എന്തുകൊണ്ട് അവിടെ രണ്ട് കാരണം പറഞ്ഞിരിക്കുന്നു? ഒറ്റ കാരണം പോരെ, കൃഷ്ണ നീയാണ് എല്ലാത്തിനും കാരണം ഒറ്റ കാരണം പറഞ്ഞാൽ. പക്ഷെ ബ്രഹ്മദേവൻ വന്നിട്ട് രണ്ട് കാരണം പറഞ്ഞിരിക്കുകയാണ്. സർവകാരണ കാരണം. അതിൽ ഒരു കാരണം വന്നിട്ട് ഇമ്മീഡിയറ്റ് കോസ്. ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാവും. ഇപ്പൊ രണ്ടുപേര് തമ്മിൽ വഴക്ക് കൂടി കഴിഞ്ഞാൽ ആ വഴക്കിൽ രണ്ടുപേരും മിങ്കിളാവും. അതിന്റെ കൂടെ അതിന്റെ മീഡിയേറ്റർ ആയിട്ടോ ഇല്ലെങ്കിൽ അതിന്റെ വഴക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ വീണ്ടും ഇത് കൂടിക്കൊണ്ടേയിരിക്കും, വഴക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അത് ഇമ്മീഡിയറ്റ് കോസ്. പെട്ടെന്ന് അതിന് റിയാക്ഷൻസ് ഉണ്ടാവും. ഒന്നുകിൽ ഒരാളുടെ നെറ്റിയോ തലയോ എന്തെങ്കിലും പറ്റും, അല്ലെങ്കിൽ ഒരാളുടെ കൈ ഓടിക്കും. അതാണ് ഇമ്മീഡിയറ്റ് കോസ്. അല്ല, നമ്മൾ മനസ്സിലാക്കില്ല. അതിൽ കൃഷ്ണന്റെ അറേഞ്ച്മെന്റ് എന്താണ്, ഇത് ശാസ്ത്രങ്ങൾ നമ്മൾ അതിലെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ. എല്ലാം ശാസ്ത്ര കണ്ണോടുകൂടി നമ്മൾ അതെങ്ങനെ കാണണം, അത് നമുക്ക് വരില്ല. അതാ ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് വന്നിട്ട് അൾട്ടിമേറ്റ് കോസ്. അതായത് ഇന്ന ദിവസം ഇത്രാം തീയതി രാവിലെ 9 മണിക്ക് എനിക്കൊരു അടി കിട്ടാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ് അൾട്ടിമേറ്റ് കോസ്. അൾട്ടിമേറ്റ് കോസ് വന്നിട്ട് ഭഗവാന്റെ കൈ. അതാ ദിവ്യ ചക്ഷു. നമ്മളെപ്പോഴും ദിവ്യമായിട്ടുള്ള ഇത് മാത്രമേ കാണൂ. മഹാരാജ് പറയും, എപ്പോഴും നമ്മൾ മറ്റുള്ളവരിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടാൽ നമ്മളും പോസിറ്റീവായിട്ട്, നമ്മൾ മറ്റുള്ളവരിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നതെങ്കിൽ നമ്മളും നെഗറ്റീവായിട്ട്. ഇപ്പൊ ഈ ഒരു സീക്വൻസിൽ നോക്കിക്കഴിഞ്ഞാൽ സൂത ഗോസ്വാമി മാത്രമല്ല, പരീക്ഷിത് മഹാരാജന് ശുകദേവ് ഗോസ്വാമി ഭാഗവതം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ശൗനക ഋഷി ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ശൗനക ഋഷി വന്നിട്ട് സൂത ഗോസ്വാമിക്ക് സീറ്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണ് അത് നല്ല രീതിയിൽ അത് കേട്ടുകൊണ്ടിരുന്നത്. ഇദ്ദേഹത്തിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ അനുഗ്രഹിച്ചാണ് സൂത ഗോസ്വാമിക്ക് ആ സീറ്റ് കൊടുത്തത്. അതുപോലെ നമ്മളും മറ്റുള്ളവരിലുള്ള എല്ലാ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യണം. അതായത് ദക്ഷനും ശിവനും. ദക്ഷ വന്നിട്ട് ദക്ഷ മീൻസ് എക്സ്പേർട്ട് എന്നാണ്. ദക്ഷ എന്ന വാക്കിന്റെ അർത്ഥം എക്സ്പേർട്ട്. എല്ലാ കാര്യത്തിലും എക്സ്പേർട്ട് ആയിരുന്നു, എല്ലാ കാര്യത്തിലും. അദ്ദേഹം വന്നിട്ട് ഇപ്പൊ നമുക്കൊരു 99 നല്ല ക്വാളിറ്റി ഉണ്ട്, ഒരു ക്വാളിറ്റി മോശമാണെങ്കിൽ ദക്ഷ വന്നിട്ട് ആ 99 നല്ല ക്വാളിറ്റി കളഞ്ഞിട്ട് ആ മോശമായ ക്വാളിറ്റിയെ വന്നിട്ട് ഹൈലൈറ്റ് ചെയ്തതാണ്. ശിവൻ വന്നിട്ട് അങ്ങനെയല്ല. ശിവഭഗവാൻ വന്നിട്ട് എന്താണ്, ആ 99 മോശമായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി നല്ലതുണ്ടെങ്കിൽ അതിനെ മാത്രം ഹൈലൈറ്റ് ചെയ്യും. സോ അതാണ് ദക്ഷനും ശിവനും തമ്മിലുള്ള വ്യത്യാസം. ഇത് നമുക്ക് ദിവ്യ ചക്ഷു എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുമ്പോഴേ നമുക്ക് മനസ്സിലാവും. എക്സാമ്പിൾ വന്നിട്ട് പണ്ടൊക്കെ നമ്മുടെ വീട്ടില് TV എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ദൂരദർശനായിരുന്നു. TV നമ്മൾ വാങ്ങിക്കൊണ്ട് വെക്കുന്ന സമയത്ത് ഒരു വലിയൊരു ആന്റിന പോലെ ഒരു സാധനം വരും, മറ്റേ അസ്ഥികൂടം പോലെ ഒരു 10-12 ഉള്ള ഒരു സാധനം വരും. അത് നമ്മൾ മേളിൽ കൊണ്ടുവന്ന് കറക്കി അതിനെ നല്ല രീതിയിൽ ട്യൂൺ ചെയ്ത് വരുമ്പോൾ അതിന്റെ ഗ്രെയിൻസ് എല്ലാം മാറും. ആദ്യം നമ്മൾ TV ഓൺ ചെയ്യാൻ നേരത്ത് മറ്റേ കടുക് വറുത്ത് പോലെ കിടക്കിരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള ഡോട്ട്സ് മാത്രമാണ് നമ്മൾ കാണുന്നത്. അത് നമ്മളെ മാംസചക്ഷു വെച്ച് നമുക്ക് അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഡിവൈഡഡ് ആയിരിക്കും, ഇത് എപ്പോഴും ശരിയാവും എന്ന് പറയും. ഒരാളിനെ വിട്ടിട്ട് നമ്മൾ അതിനെ നല്ല രീതിയിൽ കറക്കി അതിനെ ട്യൂൺ ചെയ്യുന്ന സമയത്ത് അതിന്റെ പിക്ചർ വന്നിട്ട് ക്ലിയർ ആവും. അതാ ശാസ്ത്രങ്ങൾ. അതാ തസ്മാ ശാസ്ത്രം പ്രമാണത്തെ. അത് നമ്മൾ ഒരു ഗുരുവിന്റെ ഇതിലൂടെ മാത്രമേ, അതായത് ഒരു ഗുരുമുഖത്തിലൂടെ മാത്രമേ നമ്മൾക്കത് കറക്റ്റായിട്ട് ഇത് മനസ്സിലാവുള്ളൂ. അടുത്ത വന്നിട്ട് പ്രേമചക്ഷു എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും, അതായത് ചര അചര എല്ലാത്തിലും ഭഗവാന്റെ സാന്നിധ്യം കാണുന്നതിനാണ് പ്രേമചക്ഷു എന്ന് പറയുന്നത്. അതായത് ശാസ്ത്രത്തില് 3 അധികാരികളുണ്ട്. ഒന്ന് ഉത്തമാധികാരി, മധ്യമാധികാരി, കനിഷ്ഠാധികാരി. കനിഷ്ഠാധികാരി വന്നിട്ട് ഭഗവാന്റെ വിഗ്രഹത്തിൽ മാത്രം ഭഗവാനെ കാണുന്ന ആളിനെയാണ് കനിഷ്ഠാധികാരി. അവർക്ക് വന്നിട്ട് വിഗ്രഹത്തിൽ മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. ഉത്തമാധികാരി വന്നിട്ട് ജീവസത്തകളിൽ ഭഗവാനെ കാണാൻ പറ്റും. ജീവനുള്ള എല്ലാത്തിലും ഭഗവാനെ കാണാം. മധ്യമാധികാരി വന്നിട്ട് ജീവസത്തകളിൽ മാത്രം കാണാൻ പറ്റും. ഉത്തമാധികാരി വന്നിട്ട് സർവചരാചരങ്ങളിലും ഭഗവാന്റെ കൈകളുണ്ട്. എവരിതിങ് ഇൻ ഹാൻഡ്സ് ഓഫ് കൃഷ്ണ. എല്ലാത്തിലും ഭഗവാന്റെ കൈകളുണ്ടെന്ന് കാണുന്ന ഉത്തമാധികാരി. അതുപോലെ നമ്മൾ ശാസ്ത്രം, ഭഗവത്ഗീത, ഭാഗവതം പഠിക്കുമ്പോൾ മഹാരാജ് ഒരു 3 B പറഞ്ഞിട്ടുണ്ട്.
ട്രിപ്പിൾ ബി. ഭാഗവതം ഭഗവത്ഗീത ബിഹേവ്. ഭാഗവതം ഭഗവത്ഗീത ബിഹേവ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു ഏജ് ആവുമ്പോൾ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ആവും. ചിലപ്പോൾ നേരത്തെ വർക്കൗട്ട് ആവും, നേരത്തെ ജ്ഞാനിയാവും, നേരത്തെ എല്ലാവരിലും കൃഷ്ണനെ കാണാൻ പറ്റും, അങ്ങനെ ഒരു ഇതിൽ വരും. പക്ഷെ കുറച്ച് ടൈം എടുക്കും. നമ്മളെ പോലെയുള്ള ആൾക്കാർ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഉള്ള ശ്ലോകത്തിൽ പറഞ്ഞതാണ്, അതായത് ഭൗതികമായിട്ടുള്ള എല്ലാ ചിന്തകളും മാറുന്ന ഒരാളിന് മാത്രമേ വ്യാസാസനം നൽകാവൂ. ഒരു മെറ്റീരിയൽ തിങ്സ് പോലും, അതായത് ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സ്പോട്ട് പോലും ഇല്ലാത്ത ഒരാളിന് മാത്രമേ വ്യാസാസനം നൽകാവൂ. പക്ഷേ നമ്മൾ ഇവിടെ വന്നിരുന്ന് ഭാഗവതം സംസാരിക്കുന്നത് എന്തുകൊണ്ട്? നമുക്ക് ഭൗതിക മാലിന്യം മാറിയിട്ടാണ് ഭാഗവതം സംസാരിക്കുന്നത്. നമുക്ക് ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറിയതിന് ശേഷമാണ് നമ്മൾ ഭാഗവതം കേൾക്കുന്നത്. അല്ല, എല്ലാം ഗുരുവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം. അതാ ഫസ്റ്റ് ആരതി വന്നിട്ട് ഗുരുവിനാണ്. രാവിലെ 4:30 ഫസ്റ്റ് ആരതി വന്നിട്ട് ഗുരുവിനാണ്. സംസാരദാവ നലലീട ലോക ത്രാണായ കാരുണ്യ ഘനാഘനത്വം പ്രാപ്തസ്യ കല്യാണ ഗുണാർണവസ്യ വന്ദേ ഗുരുശ്രീ ശരണാരവിന്ദ. ബ്ലേസിംഗ് ഫയർ എന്ന് പറഞ്ഞാൽ തീ വന്ന് നമ്മളെ ശരീരം കത്തിച്ചതിന് ശേഷം വീണ്ടും അതിൽ നിന്ന് ഇത് വന്നുകൊണ്ടേയിരിക്കും. ഭയങ്കരമായിട്ടുള്ള ചെറിയ ചൂടൊക്കെ നമുക്ക് താങ്ങാൻ പറ്റും, പക്ഷേ വലിയ ചൂടാണ്. നമുക്ക് കത്തിക്കൊണ്ടിരുന്നാലും നമുക്ക് വേദന എടുത്തുകൊണ്ടേയിരിക്കും. ആ ബ്ലേസിംഗ് ഫയർ, ആ ഒരു ഇതിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് നമ്മളെ ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് കൊണ്ടെത്തിക്കുന്ന ഒരേ ഒരു മീഡിയം അത് വന്നിട്ട് ഗുരുവാണ്. അതില് അടുത്തത് ഒരു ചെറിയൊരു സ്റ്റോറി. അതായത് ഒരു രാജാവിന്റെ മകള് വന്നിട്ട് ഒരു കൊട്ടാരത്തില് മട്ടുപ്പാവില് നിൽക്കുകയായിരിക്കും. ആ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഓർണമെന്റ്സ് എല്ലാം, രാജ്ഞിയുടെ ഓർണമെന്റ്സ് എല്ലാം അഴിച്ച് ഈ ജനലിന്റെ അവിടെ കൊണ്ടുവയ്ക്കും. ജനലിൽ അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ജനലിൽ അവിടെ കൊണ്ടുവച്ചിട്ട് അവരുടെ കാര്യത്തിന് പോകും. കുറച്ച് കഴിയുന്നിടത്ത് ഒരു കാക്ക അതുവഴി വന്നിട്ട് എന്തോ തിളങ്ങുന്ന ഒരു സാധനമുണ്ട്, കഴിക്കാനുള്ള സാധനമാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ആ ഓർണമെന്റ്സിനെ കുത്തിയെടുത്തോണ്ട് പറന്നു പോകും. ഇതാരും അറിയണില്ല. കുത്തിയെടുത്ത് പറന്നങ്ങ് പോകും. പറന്നു പോകുന്ന സമയത്ത് ഇദ്ദേഹം കുറേ ദൂരം പറന്നിട്ട് ഒരു മരത്തിന്റെ ചില്ലയിൽ കൊണ്ട്, അദ്ദേഹത്തിന്റെ കൂട് എവിടെയാണോ ആ കൂടിന്റെ ചില്ലയിൽ കൊണ്ട് വയ്ക്കും. അതിന്റെ താഴെ ഒരു നദി ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പൊ അതുവഴി ഒരു കള്ളൻ പാസ് ചെയ്യും. ആ കള്ളൻ പാസ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം നദിയിൽ കാലെടുത്ത് ക്രോസ് ചെയ്ത് വേണം അപ്പുറത്ത് പോകാൻ. നോക്കുന്ന സമയത്ത് നദിയിൽ ഈ സ്വർണ്ണാഭരണം കിടക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ആൾക്കാരെയൊക്കെ നോക്കുമ്പോൾ ആൾക്കാരെല്ലാം പാസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ആൾക്കാർ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഈ സ്വർണം എടുത്തുകൊണ്ട് പോകുമെന്നുള്ള ആ ഒരു ആങ്സൈറ്റിയിൽ ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ മനുഷ്യരെ പോലും അതുവഴി വിടില്ല. വിടാതെ നിങ്ങൾ അതുവഴി പോകുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഈ നൈറ്റ് ആവണം, രാത്രി ആവാൻ നേരത്തെ ഈ കള്ളനെ ഈ മാല അടിച്ചുകൊണ്ട് പോകണം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്യാൻ നേരത്തെ അതുവഴി ഒരു സന്യാസി വരും, ഒരു സേജ് വന്നിട്ട് പറയും, എനിക്ക് അപ്പുറത്ത് പോകണം, നീ മാറി നിൽക്കാൻ പറയില്ല. നിങ്ങൾ അതുവഴി മാറിപ്പോയാൽ മതി, വേറെ സ്ഥലത്തൂടെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു പറയും. ഒരുപാട് നേരം അദ്ദേഹം ഇങ്ങനെ കിടന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ കള്ളന്റെ ചില ആക്ഷൻ കാണാൻ നേരത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ കള്ളത്തരം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിൽ പുറകിൽ കെട്ടും. സൈക്കോളജിയിൽ കൈ പുറകിൽ കെട്ടും. നമ്മുടെ കണ്ണ് വന്നിട്ട് ഇടത്തോട്ട് നോക്കിയേ സംസാരിക്കുള്ളൂ, മുഖത്ത് നോക്കില്ല, ശരീരം ഫുള്ളും വിയർക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബോഡിലി ആയിട്ടുള്ള ഒരുപാട് റിഫ്ലക്ഷൻസ് നമുക്ക് ഉണ്ടാവും. റിഫ്ലക്സ് ആക്ഷൻ ആണ്. അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടാവും നമ്മൾ കള്ളം പറയാൻ ഇരിക്കുമ്പോൾ. അപ്പോൾ ഈ കള്ളൻ ഇങ്ങനെ മാറാത്തത് കൊണ്ട് ഗുരു ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നോക്കും, ഇതിനകത്ത് എന്തെങ്കിലും കിടപ്പുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതിനകത്ത് നല്ല ഒരു ഗോൾഡൻ ഒരു ജ്വല്ലറി, ആ ഒരു ഇത് കിടപ്പുണ്ട്, ഒരു നല്ലൊരു സ്വർണ്ണമാല, ഭയങ്കര നല്ലൊരു നെക്ലസ് അതിനകത്ത് കിടപ്പുണ്ട്. അത് കിടക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് ഇദ്ദേഹം നേരെ മേളിലോട്ട് നോക്കുമ്പോൾ ഗുരുവിന് മനസ്സിലായി മേളിലിരിക്കുന്ന സംഭവത്തിന്റെ റിഫ്ലക്ഷൻ ആണ് എന്ത് താഴെ ആ നദിയിലുള്ളത്. പക്ഷെ ഇത് ആർക്ക് മനസ്സിലായില്ല? കള്ളന് മനസ്സിലായി. കള്ളൻ വീണ്ടും ഗുരുവിനെ തള്ളി മാറ്റിക്കൊണ്ടേ നിൽക്കണം. ആ സന്യാസി തള്ളി മാറ്റിക്കൊണ്ട്, നിങ്ങൾ അതുവഴി ഇതുവഴി പോകുന്നു പറഞ്ഞിട്ട് തള്ളി മാറ്റിക്കൊണ്ടേ നിൽക്കും. അങ്ങനെ കുറച്ച് കഴിയാൻ നേരത്ത് ഇദ്ദേഹം പറയും, നീ ആ സ്വർണ്ണമാല എടുക്കാനല്ലേ ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇത് പറയും, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? സ്വർണ്ണമാല എടുക്കാനാണ് ഞാൻ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു.
അപ്പൊ പറയടാ മണ്ട, അത് വന്നിട്ട് വെള്ളത്തിൽ കാണുന്ന ജസ്റ്റ് ഒരു റിഫ്ലക്ഷൻ ആണ്. നീ അത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങി അത് കിട്ടില്ല. നീ അത് മേളിലോട്ട് നോക്ക്. മേളിൽ നോക്കുമ്പോഴാണ്, മേളിലോട്ട് നോക്കാൻ പറയുമ്പോൾ ഈ കള്ള മേളിലോട്ട് നോക്കുമ്പോൾ ആ മേളിലാണ് അത് തൂങ്ങിക്കിടക്കുന്നത്. എന്താണ്? ആ ഒരു നെക്ലസ്, കാക്ക എടുത്തുകൊണ്ട് വന്ന നെക്ലസ് തൂങ്ങിക്കിടക്കുന്ന മേളിലാണ്. സോ ഇതാണ് ഗുരു. അത് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. മെറ്റീരിയൽ വേൾഡ് എന്താണെന്നുള്ള കാര്യം നമുക്കറിയില്ല. കൃഷ്ണൻ എന്താണെന്ന് നമ്മൾക്കറിയില്ല. ഭാഗവതം, ഭഗവത്ഗീത എന്താണെന്ന് നമുക്കറിയില്ല. ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കിക്കോ, നമ്മൾ കാണാത്ത ആചാര്യന്മാരുടെയും ശ്രീല പ്രഭുപാദിന്റെയും ഷഡ്ഗോസ്വാമിമാരുടെയും ഗുരുപരമ്പരയുടെയും ആ ഒരു കാരുണ്യം നമ്മുടെ മേലില്ല എങ്കിൽ നമ്മൾ എന്ത് ഭക്തിയാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഈ സമയം വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഒരു ഞായറാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതെങ്കിലും വല്ല പബ്ബിലോ അവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ആക്ടിവിറ്റീസിൽ നമ്മൾ സമയം സമയം കളയുന്ന എല്ലാ ആക്ടിവിറ്റീസും ഗാംബ്ലിംഗ് ആണ്. ജസ്റ്റ് ചീട്ടുകളി മാത്രമല്ല ഗാംബ്ലിംഗ്, ചൂതുകളി, പകിടുകളി മാത്രമല്ല ഗാംബ്ലിംഗ്. സമയം പാഴാക്കുന്ന എല്ലാതിനെയും ഗാംബ്ലിംഗ് എന്ന് തന്നെയാണ് പറയുന്നത്. ചൂതാട്ടം അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഈ സമയം നമ്മൾ വേറെ എവിടെ ആയിരിക്കും. പക്ഷേ നമ്മൾ പോലും കാണാത്ത ശ്രീല പ്രഭുപാദനെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ ഗുരുവിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, ബാക്കിയുള്ള ആചാര്യന്മാരെ കണ്ടിട്ടില്ല, ഷഡ്ഗോസ്വാമിമാരെ കണ്ടിട്ടില്ല, ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടിട്ടില്ല. പക്ഷെ എങ്ങനെയോ ഈ കലിയുഗത്തില് കുറച്ച് പേരെ ഭഗവാൻ വന്നിട്ട് സെലക്ട് ചെയ്ത് വച്ചേക്കുന്നത് കൊണ്ടും ഭഗവാൻ സെലക്ട് ചെയ്തത് കൊണ്ട് നമുക്ക് നല്ലൊരു ഗുരുവിനെ നമുക്ക് കിട്ടി. ശ്രീല പ്രഭുപാദനെയും നമ്മുടെ മഹാരാജിനെ പോലെ മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജിനെയും ജയപ്രദാസ് സ്വാമി മഹാരാജിനെയും സംഘർഷൻ അധികാരിദാസ് മഹാരാജ്, രാധാനാഥ് സ്വാമി മഹാരാജ്, അങ്ങനെയുള്ള ഒരുപാട് ഗുരുക്കന്മാരെയൊക്കെ നമുക്ക് കിട്ടി. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്, ഇതൊന്നും നമ്മുടെ ക്വാളിറ്റിയിൽ വരുന്നതേ അല്ല. ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിവോഷണൽ സർവീസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് എല്ലാവർക്കും ഒരുപാട് അസൂയ, കുശുമ്പ്, ഈഗോ ഇതെല്ലാം നമുക്കുണ്ട്. ഈ ഈഗോ എന്ന് പറയുന്നത് രണ്ട് ബബിൾസ് പോലെയാണ്. രണ്ട് ബബിൾസ്, അതായത് ഒരു കുമിള പോലെയാണ്. നമ്മുടെ ഗുരു ആണ് ഈ കുമിളകളാകുന്ന നമ്മുടെ ഈഗോയെ തട്ടാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാതെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഗുരുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു കുമിള മാത്രമല്ല പൊട്ടണത്, രണ്ട് കുമിളയും. അപ്പൊ ഒരു കുമിള വലുതായിരിക്കുന്നു, ഒരു കുമിള ചെറുതായിരിക്കുന്നു. ഈ വലുതായിരിക്കുന്ന കുമിള വന്ന് ചെറുതിലിടിച്ചാലും ചെറുത് വന്ന് വലുതിലിടിച്ചാലും എന്ത് സംഭവിക്കും? രണ്ടും പൊട്ടിപ്പോകും. അങ്ങനെ പൊട്ടാതെയും തട്ടാതെയും ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നത് നമ്മുടെ ഗുരുവാണ്. ശാസ്ത്രത്തിൽ വേറൊരു ഇതും കൂടെ പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. അത് ശ്വേതകേതു എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, ശ്വേതകേതു. അദ്ദേഹത്തിന്റെ ഗുരുവിൽ നിന്ന് എല്ലാ ഇതും പഠിക്കും, എല്ലാ വിദ്യകളും പഠിക്കും. എല്ലാ വിദ്യകളും പഠിച്ചതിന് ശേഷം അദ്ദേഹം വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് ചോദിക്കും, വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ ചോദിക്കും, എന്തെല്ലാം പഠിച്ചെന്ന് ചോദിക്കും. ഞാൻ ശാസ്ത്രം പഠിച്ചു, അത് പഠിച്ചു, ഭാഗവതം പഠിച്ചു, എല്ലാം പഠിച്ചു എന്ന് പറയും. അച്ഛന് മനസ്സിലായി അവൻ എന്തോ ഒരു കാര്യം നല്ല രീതിയിൽ പഠിച്ചിട്ടില്ലാണ്. ചോദിക്കുന്ന, ഈ ഗുരുവിന് ഗുരുദക്ഷിണ കൊടുത്തിട്ടാണോ? ഗുരുദക്ഷിണ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഗുരുദക്ഷിണ എന്തിനു കൊടുക്കണം? എൻ്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ട്. ഇപ്പോഴായിരുന്നെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കായിരുന്നു. പക്ഷേ ഇപ്പൊ വന്നിട്ട് അന്ന് ഗൂഗിൾ പേയും അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട്, ഇത് ആ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് ഗുരുദക്ഷിണ കൊടുത്തിട്ട് തന്നെ പോകണം. ഗുരു എന്താണോ ആവശ്യപ്പെടുന്നത് അത് കൊടുത്തിട്ട് തന്നെ പോകണം. ഇപ്പൊ വന്നിട്ട് മാതാപിതാ, പണ്ടൊക്കെ മാതാപിതാ ഗുരു ദൈവം, ഇപ്പൊ വന്നിട്ട് മാതാപിതാ ഗൂഗിൾ ദൈവം, മാതാപിതാ ഗുരു ഇത് ഏതാണ് യൂട്യൂബ് ദൈവം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ചോദിക്കും, നീ ഗുരുദക്ഷിണ കൊടുത്തിട്ട് വരാൻ പറയും. അങ്ങനെ നേരെ ഗുരുവിന്റെ അടുത്ത് ചോദിക്കും. അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ അങ്ങക്ക് എന്ത് ഗുരുദക്ഷിണയാണ് വേണ്ടത്? എന്ത് ചോദിച്ചാലും ഞാൻ തരും. അച്ഛന് ഒരുപാട് കാശുണ്ട്, എന്ത് ചോദിച്ചാലും തരുമെന്ന് പറയും. ഗുരു പറയും, ഗുരുവിന്റെ അടുത്ത് ആദ്യമേ ഇദ്ദേഹത്തിന്റെ അച്ഛൻ വന്ന് ഇൻഫോം ചെയ്യും, എൻ്റെ മകൻ എല്ലാം ഇവിടുന്ന് പഠിച്ചു, പക്ഷെ ഒരു കാര്യം മാത്രം പഠിച്ചില്ല, അഹങ്കാരം എങ്ങനെ ഇല്ലാതാക്കാം എന്ന് പറഞ്ഞിട്ട് പഠിച്ചില്ല, അതിനൊന്ന് പഠിപ്പിക്കാം. ശരി, വിടാൻ പറയും. അങ്ങനെ ഇദ്ദേഹം ശ്വേതകേതു തിരിച്ച് ഗുരുവിന്റെ അടുത്ത് വരുമ്പോൾ ചോദിക്കും, നീ എനിക്ക് ഗുരുദക്ഷിണ തരാതെ പോയതാണ്, അപ്പൊ നീ എനിക്ക് ഗുരുദക്ഷിണ തരാം. പറയും, എന്ത് വേണമെങ്കിലും ചോദിച്ചു, എന്ത് വേണമെങ്കിലും തരാം. കാർ വേണോ, അത് വേണോ, ഇത് വേണോ, എന്ത് വേണമെങ്കിലും തരാം, എന്ത് വേണമെങ്കിലും തരാമെന്ന് പറയും. അവസാനം ഗുരു പറയും, നീ എനിക്ക് തരേണ്ട ഗുരുദക്ഷിണ, നീ ഇവിടെ നിന്ന് ഒരു 500 ആടുകളെ കൊണ്ട് മലയുടെ അപ്പുറത്ത് പോകണം. എത്ര ആടാണ്? 500 ആടുകളെ കൊണ്ട് മലയുടെ അപ്പുറത്ത് പോയതിനു ശേഷം നീ തിരിച്ചു വരണത്
1000 ആടുകളായിട്ടായിരിക്കണം തിരിച്ചു വരാൻ. എത്ര ആടുകളാണ്? 1000 ആടുകളായിട്ടാണ് തിരിച്ചു വരാൻ. 500 ആടുകളെ കൊണ്ട് പോകണം, തിരിച്ച് 1000 ആടായിട്ട് തിരിച്ചു വരണം. ആഡ് ഓൺ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആടായിട്ട് നമ്മൾ തിരിച്ചു വരണം. ഏതൊക്കെ പറയാം റെഡി എന്ന് പറഞ്ഞിട്ട് 500 ആടുകളെ തരാൻ പറയും. ഗുരു 500 ആടുകളെ കൊടുക്കും. ഇദ്ദേഹം ഈ ആടുകളെയും കൊണ്ട് ആട് ജീവിതം എന്ന് പറഞ്ഞിട്ട് നേരെ ചിലപ്പോൾ ഇതായിരിക്കും ആട് ജീവിതമായിട്ട് മാറിയത്. ഇത് കൊണ്ടങ്ങ് മലയുടെ അപ്പുറത്ത് പോകും, താമസം തുടങ്ങും. ഓരോ വർഷം കഴിയും തോറും ശ്വേതകേതു ഓരോ ദിവസവും അദ്ദേഹത്തിന് ഇതിനെ പരിപാലിച്ച് താടി വളർന്നു, മുടി ഭയങ്കരമായിട്ട് വളർന്നു, മീശ വളർന്നു. ഒന്നും സംസാരിക്കാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയായി. അതെന്ന് വെച്ചാല് നമ്മൾ പഠിച്ച വിദ്യ, നമ്മൾ ചെറിയ ഒരു നോളജ് പഠിച്ചിട്ട് നമ്മൾ വലിയ ഇത് കാണിക്കും. വളരെ ചെറുതായിരിക്കും നമ്മൾ പഠിച്ചത്, പക്ഷെ നമ്മൾ വലുതായിട്ട് കാണിക്കും. പക്ഷെ അങ്ങനെ ആ ഒരു അവസ്ഥ ഇല്ലാതിരുന്നുള്ള ഇതെന്തായിരിക്കും? അതായത് ശ്വേതകേതു പഠിച്ച വിദ്യ ഒന്നും ഒറ്റ മനുഷ്യരുടെ അടുത്ത് പറയാൻ പറ്റും. എന്തുകൊണ്ട്? 500 ആടുകളുടെ അടുത്ത് എങ്ങനെ പറയും? എങ്ങനെ ഭാവതം സംസാരിക്കും? ആടിന്റെ അടുത്ത് എങ്ങനെ ഭാവതം സംസാരിക്കും? ആട് വന്നിട്ട് മേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കും. അവസാനം ശ്വേതകേതു സംസാരിക്കാതെയായി ലാസ്റ്റ് ഇദ്ദേഹം തിരിച്ചു മടങ്ങി വരും. തിരിച്ച് ആ മല കടന്ന് ഇദ്ദേഹം മടങ്ങി വരാൻ നേരത്ത് 1000 ആടുകളുമായിട്ട് ശ്വേതകേതു തിരിച്ചു വരുമ്പോ ഇദ്ദേഹം അച്ഛനും ഗുരുവും ഇദ്ദേഹത്തിനെ വെയിറ്റ് ചെയ്യാൻ നേരത്ത് അച്ഛൻ പറയും, മകൻ വന്നിട്ട് വരുന്നുണ്ട്, ആടുകളുമായിട്ട് വരുന്നുണ്ടെന്ന്. അപ്പോഴ് ഗുരു പറയും, അത് 1000 ആടല്ല, 1001 ആടായിട്ടാണ് തിരിച്ചു വരുന്നത്. 1001ാമത്തെ ആട് ആരാണ്? ശ്വേതകേതു. കാരണം എന്താണ്? പഠിച്ച വിദ്യ ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ, ഒരു വക മിണ്ടാൻ പറ്റാതെ, ഭാഗവതം ഭഗവത്ഗീത ഒന്നും മിണ്ടാൻ പറ്റാതെ അദ്ദേഹത്തിന്റെ അഹങ്കാരങ്ങളെല്ലാം തീർന്ന് തിരിച്ചു വരും. ഇതാ നമ്മുടെ ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം ബാലൻസ് ചെയ്ത് പോകാൻ പറ്റൂ. ജയ ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി, ശ്രീല പ്രഭുപാദ് കി, ശ്രീല ഗുരുദേവ് കി, ജയ ശ്രീ ജഗന്നാഥ് ബലദേവ്. എന്തെങ്കിലും ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡവത് പ്രഭു. ആ വിവർത്തനത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല. കേട്ടില്ല. വിവർത്തനമില്ലേ പദ്യത്തിന്റെ ശ്ലോകത്തിന്? വിവർത്തനം വായിച്ചല്ലോ പ്രഭു. വിവർത്തനം ഭാവാർത്ഥം വായിച്ചായിരുന്നു. അല്ല, ഒന്നും അതിനെപ്പറ്റി ഒന്നും വിശദീകരിച്ചില്ല. അതിന്റെ പോയിന്റിലാണ് വിശദീകരിച്ചത്. അതിലുള്ള പോയിന്റുകളാണ്. നമ്മുടെ ആചാര്യന്മാരെ നമ്മൾ നല്ല രീതിയിൽ ഇത് ചെയ്യണം, നല്ല രീതിയിൽ സേവിക്കണം. സുതഗോസ്വാമി എങ്ങനെയാണോ ശൗനക ഋഷി അവരുടെ ഗ്രൂപ്പ് എല്ലാരും സേവിച്ചത്, ശ്ലോകത്തിന്റെ അർത്ഥം നമ്മൾ സേവിക്കേണ്ടതാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ശ്ലോകമാണ്. അല്ല പ്രഭു, ശ്ലോകത്തിന്റെ വിവർത്തനം അതിലൊരു ചോദ്യമല്ലേ? കേട്ടില്ല പ്രഭു. വിവർത്തനത്തിലെ ഒരു ചോദ്യമല്ലേ പ്രഭു? ഉണ്ട് പ്രഭു. അതായത് നമ്മൾക്ക് വിശദീകരിച്ച് തന്നാലും ഒരു ചോദ്യമുണ്ട്. അതൊരു ചോദ്യം തന്നെയാണ്. ആകയാൽ സാമാന്യ ജനങ്ങളുടെ പരമക്ഷേമത്തിനായി ദീർഘായുസുള്ള അങ്ങ് നിശ്ചയം വരുത്തിയ പൂർണ്ണവും പരമവുമായ നന്മ എന്തെന്ന് ദയവായി ഞങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ സരളമായി വിശദീകരിച്ചു തന്നാലും. അതായത് ഭാഗവതം ഫസ്റ്റ് ക്യാൻഡോയിൽ ഒരു 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 6 ക്വസ്റ്റ്യനിലൂടെയാണ് ഭാഗവതം ഫുള്ളും സഞ്ചരിക്കുന്നത്. അതുപോലെ 4ാമത്തെ ചാപ്റ്ററിൽ ഒരു 8 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 8 ക്വസ്റ്റ്യനും ഇതെല്ലാം കൂടെ ചേർന്നാണ് ഭാഗവതം ഫുള്ള് 18,000 ശ്ലോകങ്ങൾ സഞ്ചരിക്കുന്നത്. അതിലൊരു ക്വസ്റ്റ്യനാണ് ഇത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഈ സ്റ്റോറിയിൽ കൂടെ നമ്മളടുത്ത് പറഞ്ഞത് അദ്ദേഹം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ അഹങ്കാരം മാറിയത് എന്നാണ് മനസ്സിലായത്. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തില് എന്നെ പോലെയുള്ള ഒരാളുടെ അഹങ്കാരം മാറാൻ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം പറ്റില്ലല്ലോ. അപ്പൊ അതിനെന്താണ് നമ്മള് ഭൗതികമായി ജീവിക്കുന്ന നമ്മൾക്ക് നമ്മളുടെ ഇങ്ങനത്തെ സ്വഭാവങ്ങൾ മാറാൻ നമുക്ക് എന്താണ് ഉപദേശിച്ചു തരാൻ? അങ്ങനെ എന്താണ് അതിന്റെ ഒരു റെമഡി?
നമ്മള് ഭൗതികമായിട്ടാണ് ജീവിക്കുന്നതെന്നുള്ള തോന്നല് ഡിവോഷണൽ സർവീസിൽ വരുമ്പം അത് കുറേശ്ശെ മാറ്റുന്നതാണ് നല്ലത്. നമ്മള് നമ്മുടെ എന്താണ് ശിക്ഷാഗുരുക്കന്മാരെ അനുസരിക്കുക. ശിക്ഷാഗുരു ഇമ്പോർട്ടൻ്റ് ആണ്. ശിക്ഷാഗുരുക്കന്മാരെ അനുസരിക്കുക. അവര് വഴി ദീക്ഷാഗുരുവിനെ അനുസരിക്കുക. മറ്റു ഭക്തന്മാരെ സേവിക്കുക. അവരെ ടോളറേറ്റ് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഭാഗവതം പഠിക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ സ്വഭാവം ചേഞ്ച് ആവുകയും മറ്റൊരാളിന്റെ ഗുണങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പഠിച്ചിട്ട് ഇതുപോലെ നമ്മൾ ശ്വേതകേതു ആവണോ അല്ലെങ്കിൽ യുധിഷ്ഠിര മഹാരാജ് ആവണോ എന്നുള്ള കാര്യം നമ്മളെ രണ്ടാമത്തെ ഇതാണ്. കാര്യം ഗുരു പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മളെ ലൈഫിൽ ഫോളോ ചെയ്താൽ നമ്മുടെ അഹങ്കാരം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ഇപ്പോ അതായത് ദേവിക്ക് പ്രഭു വൈഷ്ണവ സേവ പ്രഭുവിന്റെ ഒരു ഇൻസിഡന്റ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് വൈഷ്ണവ സേവാ പ്രഭു എപ്പോഴും ഇത് എന്താണ് മഹാരാജ് പറയുന്ന പല കാര്യങ്ങളും വൈഷ്ണവ പ്രഭു ലോജിക്കലി ചിലപ്പോൾ അത് ഇതാവില്ല. മഹാരാജ് പറയുന്നത് ഇത് കർത്താലല്ല, ഇത് ട്രാൻസിസ്റ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഷ്ണവ പ്രഭു പറയും നോ മഹാരാജ്, ദിസ് ഇസ് കർത്താൽ, ഇത് ട്രാൻസിസ്റ്റർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് വൈഷ്ണവ പ്രഭു ഒരു ദിവസം ദേവികാനന്ദ പ്രഭുവിനെ വിളിച്ചപ്പോ മഹാരാജ് പറയുന്ന പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ദേവപ്രഭു കൊടുത്ത ഇൻസ്ട്രക്ഷനാണ് മഹാരാജ് എന്താണോ പറയുന്നത് അതങ്ങ് അനുസരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഡ്യൂട്ടി. മഹാരാജ് പറയാണ് എന്ന് സൂര്യൻ ഉദിച്ചത് കിഴക്കല്ല തെക്കാണ് ഉദിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. കാരണം മഹാരാജ് പ്യൂർ ഡിവോട്ടി ആയതുകൊണ്ട് സൂര്യൻ ചിലപ്പോൾ കിഴക്ക് ഉദിക്കാം, പടിഞ്ഞാറ് ഉദിക്കാം, തെക്ക് ഉദിക്കാം, എവിടെ വേണമെങ്കിലും ഉദിക്കാം. നമ്മൾ ലോജിക്കലി ചിന്തിക്കാൻ പാടില്ല. ഭക്തി വന്നിട്ട് നമ്മൾ ഒരിക്കലും ഇത് കൊളാപ്റ്റ് ആക്കാൻ പാടില്ല. ഇന്നലത്തെ ഇതിൽ പറഞ്ഞ പോലെ ഭക്തി പ്രതിഭാം പ്രഭു പറഞ്ഞതുപോലെ ഭക്തി വന്നിട്ട് കോംപ്ലിക്കേറ്റഡേ അല്ല, പക്ഷെ നമ്മളാണ് അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. ഇതില് ഇന്നത്തെ ഭാവാർത്ഥത്തിലും പറയും ഭക്തിയിലൂടെ നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും മെച്ചപ്പെടും, ഭക്തിയിലൂടെ മാത്രം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് മുതിർന്ന ഭക്തന്മാരെ നമ്മൾ അനുസരിച്ച് പോവുക. അതോടൊപ്പം നമ്മളെ അനുസരിക്കാൻ വേറെ അടുത്തൊരു ജനറേഷൻ നമ്മൾ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഇതൊന്നും ഇല്ലാതെ ചെയ്തു പോവുകയാണെങ്കിൽ അടുത്ത ആൾക്കാർ നമ്മളെ കണ്ടു തന്നെ പഠിക്കും. ഇപ്പോ അച്ഛനെ അമ്മയും ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് മക്കൾ. അവര് നല്ല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആ മക്കളും അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യും. അതുപോലെ ഗുരുവിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് ശിഷ്യന്മാർ. ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് അദ്ദേഹത്തിനെ പോലെ നടക്കുക, അദ്ദേഹത്തിനെ പോലെ ഇരിക്കാതല്ല. നമ്മൾ ഗുരുവിനെ അല്ലേ ഇമിറ്റേറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ അച്ഛനും അമ്മയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്, അതിലെന്താണ് തെറ്റ്? അതുപോലെ ഗുരുവിനെ നമ്മൾ ശരിക്കും ഫോളോ ചെയ്യണം. ഗുരു പറയുന്ന കാര്യങ്ങൾ മാത്രം ജസ്റ്റ് അനുസരിച്ചാൽ മതി. ഇപ്പൊ ശ്വേതകേതു വന്നിട്ട് അങ്ങനെ പോയിട്ട് വന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അതുപോലെ നമുക്കും കൃഷ്ണൻ ചിലപ്പോ ഒന്നുകിൽ ഇത് പോയിസൺ ആണ് എന്ന് ചിലപ്പോൾ അതിൽ എഴുതി കാണിച്ചാൽ നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാവും ഇത് പോയിസൺ ആണ്. കുടിച്ചേ മനസ്സിലാക്കാൻ പറ്റുള്ളെങ്കിൽ കുടിച്ചും മനസ്സിലാക്കും, എങ്ങനെ വേണമെങ്കിൽ മനസ്സിലാക്കും ഇത് പോയിസൺ ആണ് എന്നുള്ളത്. നമുക്ക് സിംറ്റംസ് ഉണ്ടാവും ഇപ്പൊ വിഷം കുടിച്ചു കഴിഞ്ഞു. അതുപോലെ മെറ്റീരിയൽ വേൾഡ് ഇതാണ് എന്ന് ഭാഗവതവും നമ്മുടെ ആചാര്യൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി. അക്സെപ്റ്റൻസ് ആണ് ഭക്തിയിലെ ഏറ്റവും ആദ്യം പടി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു. ഹരേ കൃഷ്ണ. സോ എല്ലാവർക്കും വിനീതമായ പ്രണാമം. ജയ ശ്രീല പ്രഭുപാദ്ക്ക്, ശ്രീല ഗുരുദേവിക്ക്. ഇപ്പൊ വന്നിട്ട് ദർശനം എടുക്കാൻ പറ്റില്ല, കാരണം ഓഫറിംഗ് താമസിച്ചാണ്. ഇന്നിപ്പോ ഓഫറിംഗ് ഇപ്പൊ ഇവിടെ വച്ചതേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ധന്യവാദം. ഐശ്വര്യ മാതാജി സ്റ്റോപ്പ് ചെയ്യല്ലേ?